അവർ അച്ഛനെയും അമ്മയെയും യാത്രയാക്കി. അവർക്ക് മനസ്സുണ്ടായിട്ടൊന്നുമല്ല, ആ കുഞ്ഞുങ്ങളുടെ മുഖം ആലോചിച്ച് മാത്രമാണ് അച്ഛനും അമ്മയ്ക്കും അവർ യാത്രയ്ക്കുള്ള സമ്മതം മൂളിയത്. ഒരുപാട് മനസ്സുകൊണ്ട് വിഷമിച്ചാണ് രണ്ടുപേരും അവരെ യാത്രയാക്കിയത്. എന്നാൽ അധികം വൈകാതെ തന്നെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷ വാർത്ത അവരെ തേടിയെത്തി. ഇനി അവർ അനാഥരല്ല. 10 മാസം കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിലോട്ട് ഒരു പുതിയ അതിഥി കൂടി എത്തുകയാണ്. ആ അതിഥി അവരെ അനാഥരാക്കുകയല്ല, മറിച്ച് അവരുടെ ജീവിതം ഒരുപാട് സന്തോഷത്തിലാക്കാൻ കൂടിയാണ് ആ കുഞ്ഞു കുരുന്ന് എത്തുന്നത്. അങ്ങനെ ഹേമ അവരുടെ കുഞ്ഞിന് ജന്മം നൽകി. അവർക്ക് കിട്ടിയത് ഒരു മാലാഖ കുഞ്ഞിനെ ആയിരുന്നു. അവർ കുഞ്ഞുമൊത്ത് ഒരുപാട് സന്തോഷത്തിൽ ആയിരുന്നു അവരുടെ ജീവിതം. ഒറ്റപ്പെടലിൻ്റെയും അനാഥത്വത്തിൻ്റെയും കാര്യങ്ങളെല്ലാം അവർ മറന്നുപോയി. ഇന്ന് തങ്ങൾ അനാഥരല്ല, ഞങ്ങൾക്ക് കൂട്ടായി ഞങ്ങളുടെ കുഞ്ഞു മാലാഖയുണ്ട്. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ആ മാലാഖ കുഞ്ഞ് ഒരു വായാടി പെണ്ണായിരുന്നു. ആ കുഞ്ഞിൻ്റെ ചിരിയിലും കളിയിലും വർത്തമാനത്തിലും നമ്മുടെ സുനിലും ഹേമയും ഒരുപാട് സന്തോഷത്തിലായിരുന്നു. കാരണം അവരുടെ ജീവിതത്തിൽ ഓരോ മിനിറ്റ് പോകുന്നത് പോലും അവരറിഞ്ഞിരുന്നില്ലായിരുന്നു. കാരണം അവർക്ക് അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു ആ കുഞ്ഞ്. കാരണം അവരെ അനാഥത്വത്തിൽ നിന്നും മോചിപ്പിച്ചിരുന്നത് ഈ മോളായിരുന്നു. എല്ലാ അച്ഛനമ്മമാർക്കും തൻ്റെ മക്കളെ ഒരുപാട് ഇഷ്ടമാണ്. എന്നാൽ ഇവർക്ക് വീണു കിട്ടിയ നിധിയാണ് ഇവരുടെ കുഞ്ഞ്. അങ്ങനെ കുഞ്ഞുമായി ഇവർ ഒരുപാട് സന്തോഷത്തിലായിരുന്നു ജീവിച്ചിരുന്നത്. ഹേമ തൽക്കാലം ജോലിക്കൊന്നും പോകാറില്ല. കാരണം കുഞ്ഞിൻ്റെ കാര്യങ്ങളുമായി വീട്ടിൽ തന്നെയാണ്. അങ്ങനെ കുഞ്ഞുമായി ഇവർ ഒരു ദിവസം ഷോപ്പിങ്ങിന് പോയി. അവിടെ വെച്ച് ഇവർ ജയനെ കണ്ടു. ഹേമയാണ് കണ്ടത്. സുനിലിനെ കാണിച്ചു കൊടുത്തപ്പോൾ സുനിലിന് അത്ര പെട്ടെന്നൊന്നും വ്യക്തമായില്ല ആളെ. എന്നാൽ ഹേമയ്ക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു ആള് അത് തന്നെയാണ് എന്ന്. അങ്ങനെ ഹേമ അവരുടെ അടുത്തോട്ട് ചെന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സ്ത്രീ കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഹേമ ചോദിച്ചു, ഞങ്ങളെ മനസ്സിലായോ എന്ന്. ജയൻ സുനിലിൻ്റെയും ഹേമയുടെയും മുഖത്തോട്ട് നോക്കി. എന്നിട്ട് പറഞ്ഞു, പിന്നെ മനസ്സിലാവാതെ അത്ര പെട്ടെന്ന് എനിക്ക് നിങ്ങളെ മറക്കാൻ കഴിയില്ല. എൻ്റെ ജീവിതം ആകെ കൈവിട്ടു പോയി എന്ന് കരുതിയെടുത്തുനിന്ന് നിങ്ങളാണ് എനിക്ക് തിരിച്ചു തന്നത്. ഹേമ ചോദിച്ചു, ആരാ കൂടെ ഉള്ളത് എന്ന്. അപ്പോൾ ജയൻ പറഞ്ഞു, എൻ്റെ ഭാര്യയാണ്. മക്കൾ രണ്ടുപേരും പഠിച്ച് ജോലിയുമായി വിദേശത്താണ്. എനിക്കും കൂട്ടിന് ആരെങ്കിലൊക്കെ വേണ്ടേ. അങ്ങനെ വീണ്ടും അച്ഛനും അമ്മയും നിർബന്ധിച്ച് എന്നെക്കൊണ്ട് വീണ്ടും വിവാഹം കഴിപ്പിച്ചു. എൻ്റെ ഭാര്യയാണ്. ഇന്ന് അച്ഛനെയും അമ്മയെയും ഇവൾ പൊന്നുപോലെയാണ് നോക്കുന്നത്. ഇന്ന് അവർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. അവരോട് ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് അതിനെല്ലാം പകരമായി ഞാൻ അവരെ ഒരുപാട് സ്നേഹിക്കുന്നു. എൻ്റെ പൊട്ടത്തരങ്ങളും വിഡ്ഢിത്തരങ്ങളും ആയിരുന്നു എല്ലാം. അതിനുള്ളതെല്ലാം ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു. അവരുടെ വാക്ക് എനിക്ക് കേട്ടാൽ മതിയായിരുന്നു. എന്നാൽ എൻ്റെ കണ്ണിൽ മുഴുവനും ഇരുട്ടായിരുന്നു. അവരുടെ വാക്കുകളൊന്നും ഞാൻ മുഖവിലയ്ക്ക് എടുക്കാറില്ലായിരുന്നു. അവർ പറയുന്നതെല്ലാം പൊട്ടത്തെറ്റാണ് എന്നായിരുന്നു എൻ്റെ ഭാവം. എന്നാൽ എൻ്റെ ഭാഗമായിരുന്നു പൊട്ടത്തെറ്റ്. അവർ പറയുന്നതെല്ലാം സത്യമായിരുന്നു, ശരിയായിരുന്നു. ഇതെല്ലാം കേട്ടു നിന്നിരുന്ന ഹേമയും സുനിലും ഒപ്പം ചോദിച്ചു പോയി, അച്ഛനും അമ്മയും ഇപ്പോൾ എവിടെയാണ്? അവരെ കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. അവരെ കിട്ടാവുന്ന നമ്പറൊന്നും ഞങ്ങളുടെ കയ്യിൽ ഇല്ലായിരുന്നു. ഉള്ളിലുള്ള ആഗ്രഹം അടക്കിപ്പിടിച്ച് നിൽക്കുകയായിരുന്നു ഇത്രയും നാൾ. എന്നെങ്കിലും അവരെ കാണുമെന്ന് അറിയാമായിരുന്നു. അപ്പോൾ നമ്മുടെ ജയൻ പറഞ്ഞു, അവർ എൻ്റെ വീട്ടിലുണ്ട്. അവർക്ക് ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല. നിങ്ങൾ അങ്ങോട്ട് വരികയാണെങ്കിൽ അവരെ കാണാം. ഞങ്ങളുടെ വീട്ടിലോട്ട് ഞങ്ങളുടെ കൂടെ വന്നാൽ ഞങ്ങൾക്കും സന്തോഷമായിരുന്നു. അച്ഛനും അമ്മയും നിങ്ങളെ കാണുമ്പോൾ അവർക്കും സന്തോഷമായിരുന്നു. പിന്നെ നിങ്ങളുടെ ഈ കുഞ്ഞുമോളെയും കൂടി അവർക്ക് കാണിച്ചു കൊടുക്കാമല്ലോ. അങ്ങനെ അവർ ജയൻ്റെ വീട്ടിലോട്ട് പോയി. അങ്ങനെ നമ്മുടെ ഹേമയെയും സുനിലിനെയും കണ്ടപാടെ അമ്മ ഓടിച്ചെന്നു ഹേമമോളെ, മോനെ എന്ന് വിളിച്ചു. കെട്ടിപ്പിടിച്ചു ഒരുപാട് കരഞ്ഞു. അച്ഛൻ സുനിലിൻ്റെ പുറത്തുനിന്ന് തട്ടിക്കൊണ്ടു, എന്താടോ സുഖം തന്നെയല്ലേ എന്ന് ചോദിച്ചു. പക്ഷേ അച്ഛൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. ആ മക്കൾക്ക് തൻ്റെ അച്ഛനെയും അമ്മയെയും തിരിച്ചു കിട്ടിയതുപോലെ തന്നെയായിരുന്നു. അമ്മ ചോദിച്ചു, മോളെ ഇതേതാ ഈ കുട്ടിക്കുറുമ്പി എന്ന്. ഹേമ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മേ ഇത് ഞങ്ങളുടെ മോളാണെന്ന്. അമ്മ ആ കുഞ്ഞിനെ എടുത്ത് ഒരുപാട് മുത്തങ്ങൾ നൽകി ആ കുഞ്ഞിൻ്റെ മുഖത്ത്. അച്ഛനും അമ്മയും മാറി മാറി
ആ കുഞ്ഞിനെ ഉമ്മ വെച്ചു. അവർക്ക് പിറക്കാതെ പോയ അവരുടെ പേരക്കുട്ടി തന്നെയായിരുന്നു അത്. അങ്ങനെ അച്ഛനോടും അമ്മയോടും നമ്മുടെ ഹേമയ്ക്കും സുനിലിനും ഒരുപാട് സംസാരിക്കാനുണ്ടായിരുന്നു. അതവരുടെ ഭാവത്തിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു. ജയൻ പറഞ്ഞു, എന്നാൽ നിങ്ങൾ ഇരുന്ന് സംസാരിക്കൂ, ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞു ജയനും ഭാര്യയും അങ്ങോട്ട് മാറി നിന്നു. ഇവർ അച്ഛനും അമ്മയും പോയതിനു ശേഷം അവരുടെ ജീവിതത്തിലുണ്ടായ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അച്ഛനും അമ്മയ്ക്കും ഇപ്പോൾ ഇവിടെ സുഖമല്ലേ എന്നെല്ലാം ചോദിച്ചു. അവർ പറഞ്ഞു, ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല, നിങ്ങളടുത്തോട്ട് വരണം എന്നുണ്ടായിരുന്നു, പിന്നെ ഓരോരോ സാഹചര്യങ്ങൾ കാരണം വരാൻ കഴിഞ്ഞില്ല. എന്നാൽ ഞങ്ങൾക്കറിയാമായിരുന്നു ഞങ്ങൾ മരിക്കുന്നതിന് മുമ്പ് നിങ്ങളെ കാണുമെന്ന്. എന്നാൽ ഇന്ന് ഒരുപാട് സന്തോഷമായി, നിങ്ങളെ മാത്രമല്ലല്ലോ ഞങ്ങളുടെ കുഞ്ഞു പേരക്കുട്ടിയെയും കാണാനായില്ലേ. ആ അച്ഛൻ്റെയും അമ്മയുടെയും ഹേമയുടെയും സുനിലിൻ്റെയും ഒന്നും സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ലായിരുന്നു. അച്ഛനും അമ്മയും അങ്ങോട്ട് വല്ലപ്പോഴുമൊക്കെ വരണം എന്നും നമ്മുടെ ഹേമയും സുനിലും പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, നിങ്ങൾക്കും ഇങ്ങോട്ട് ഇടയ്ക്കൊക്കെ വരാം, ഇപ്പോൾ നിങ്ങൾക്ക് വീടെല്ലാം മനസ്സിലായില്ലേ, ഇനി നിങ്ങളും ഇങ്ങോട്ട് വരണം, നമ്മൾ തമ്മിലുള്ള ബന്ധം ഒരിക്കലും അറ്റുപോവാൻ പാടില്ല. അപ്പോൾ ഹേമ പറഞ്ഞു, ഇല്ലമ്മേ, ജന്മം കൊണ്ടല്ലെങ്കിലും കർമ്മം കൊണ്ട് ഞങ്ങൾക്ക് അച്ഛനും അമ്മയും നിങ്ങൾ തന്നെയാണ്, അതുകൊണ്ട് ഇനി ഞങ്ങൾ ഇങ്ങോട്ട് വരും, അച്ഛനും അമ്മയും അങ്ങോട്ടും വരണം, ഞങ്ങളുടെ കൂടെ താമസിക്കണം. അത് കേട്ടുകൊണ്ട് ജയൻ ചിരിച്ചുകൊണ്ട് പുറത്തോട്ടിറങ്ങി വന്നു. അപ്പോൾ ജയനോട് നമ്മുടെ സുനിൽ പറഞ്ഞു, നിങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ഏട്ടൻ്റെ സ്ഥാനമാണുള്ളത്, നിങ്ങളും അങ്ങോട്ട് വരണം, അച്ഛനെയും അമ്മയെയും പൊന്നുപോലെ നോക്കണം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് ചോദിച്ചു. അത് കേട്ടതും അമ്മ പറഞ്ഞു, പോവാനൊന്നും പറ്റില്ല, ഒരുപാട് കാലങ്ങൾക്ക് ശേഷം കണ്ടതല്ലേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ കൊച്ചുമോളെ കളിപ്പിച്ചു മതിയായിട്ടില്ല, നിങ്ങൾക്ക് ഇന്ന് ഇവിടെ നിന്നിട്ട് നാളെ പോയാൽ പോരെ എന്ന് ചോദിച്ചു. അപ്പോൾ സുനിൽ പറഞ്ഞു, അത് പറ്റില്ല അമ്മേ, ജോലി തിരക്കുണ്ട് എന്നെല്ലാം പറഞ്ഞു. എന്നാൽ നിങ്ങൾക്കിന്ന് വൈകിട്ട് പോകാം എന്ന് പറഞ്ഞു. അമ്മയെയും അച്ഛനെയും കണ്ടപ്പോൾ അവർക്ക് അടക്കാനാവാത്ത സന്തോഷമായിരുന്നു. കളഞ്ഞുപോയ എന്തോ തിരിച്ചു കിട്ടിയ പോലെയായിരുന്നു. പിന്നീട് ആ വീട്ടിൽ ഒരു ഉത്സവം തന്നെയായിരുന്നു, സന്തോഷത്തിൻ്റെ ഉത്സവം.